അള്ളാഹുവിൻ്റെ മഹത്തരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഹസീബ് എന്നത്. വിചാരണ ചെയ്യുന്നവൻ എന്ന് നമുക്ക് അതിന് അർത്ഥം പറയാം. ഹസീബ് എന്ന ഇസ്മ് പരിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് വന്നത്. അതിൻ്റെ അബ്ജദിയത്ത് 80 ആണ്. ഹസീബ് എന്ന ഇസ്മ് ഹിസാബ് എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഓരോ അടിമകളെയും അവരുടെ പ്രവർത്തനങ്ങളുടെ മേലിൽ വിചാരണ ചെയ്യുന്നവൻ എന്ന അർത്ഥമായിരിക്കും ഹസീബ് എന്നതിനുണ്ടാവുക. അത് അല്ലാഹുവിൻ്റെ പ്രവൃത്തിയാണ്, വിചാരണ ചെയ്യുക എന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഹത്വം, ശ്രേഷ്ഠത എന്നീ അർത്ഥത്തിലുള്ള ഹസബ് എന്നതിൽ നിന്ന് ഉണ്ടായതാണ് ഹസീബ്. അപ്പോൾ ഏറ്റവും മഹത്വവും ശ്രേഷ്ഠതയുമുള്ളവൻ എന്ന അർത്ഥമാണ് ഹസീബിന് ഉണ്ടാവുക. അപ്പോൾ അത് ആ പരിശുദ്ധ ദാത്തിൻ്റെ ഇസ്മായി മാറുന്നു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, മതിയാകൽ എന്ന അർത്ഥത്തിലുള്ള ഹസബിൽ നിന്ന് ഉണ്ടായതാണ് ഹസീബ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ സിഫത്തായി മാറുന്നു. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അവർക്ക് മതിയായത് നൽകുന്നവനാണ്. ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു മതിയായവനാണ് എന്ന അർത്ഥമാണ് അപ്പോൾ ഹസീബിന് ഉണ്ടാവുക. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ മുഴുവൻ വസ്തുക്കൾക്കും അള്ളാഹു മാത്രം മതിയായവനാണ്. അള്ളാഹുവല്ലാത്ത മറ്റൊന്നും ഏതൊരു വസ്തുവിനും മതിയായതല്ല. അള്ളാഹു മാത്രമാണ് എല്ലാത്തിനും മതിയായവൻ എന്ന ഒരർത്ഥമാണ് ഹസീബ് എന്നതിന് ഉണ്ടാവുക. ചില ആളുകൾ ഇവിടെ സംശയം ചോദിക്കും, മുലപ്പാല് കുടിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഉമ്മ പോരെ അള്ളാഹു ആവശ്യമുണ്ടോ? അള്ളാഹുവാണ് ആ കുട്ടിയുടെ ഉമ്മയെ സൃഷ്ടിച്ചത്, ആ ഉമ്മക്ക് ഗർഭപാത്രത്തെ സൃഷ്ടിച്ചത്, ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്ക് കൊടുക്കാനുള്ള പാല് അത് സംവിധാനിച്ചത് അള്ളാഹുവാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഒരു കുഞ്ഞിന് അതിൻ്റെ ഉമ്മ പോരെ എന്ന രൂപത്തിലുള്ള അബദ്ധമായ ചിന്താഗതികൾ അവനിൽ നിന്ന് ഒഴിവാകും. വിചാരണ ചെയ്യുന്നവൻ എന്നും ഹസീബ് എന്നതിന് അർത്ഥമുണ്ട് എന്ന് നാം പറഞ്ഞു. ഓരോ വിഭാഗത്തെയും പ്രത്യേകമായി അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്. കാഫിരീങ്ങളായ അവിശ്വാസികളായ ആളുകളെ അവരുടെ ശരീരത്തെ വിചാരണ ചെയ്യാൻ അള്ളാഹു അവരെ തന്നെ ഏൽപ്പിക്കും. അപ്പോൾ അവർ തന്നെ അവരുടെ ശരീരങ്ങളുടെ മേലിൽ ഇത് നരകത്തിൽ പോകേണ്ട ശരീരങ്ങളാണ് എന്ന് വിധിക്കും എന്നാണ്. പരിപൂർണതയുള്ള ആളുകളെ വിചാരണ ചെയ്യാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കും. ഏത് രൂപത്തിലായാലും യഥാർത്ഥത്തിൽ അടിമകളെ അള്ളാഹു തന്നെയാണ് വിചാരണ ചെയ്യുന്നത്. അള്ളാഹു തന്നെയാണ് എല്ലാവരുടെയും ഹസീബ്.
ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ഹസീബ് എന്ന ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവൻ എന്ന അർത്ഥത്തിലുള്ള ഹസീബ് അള്ളാഹുവാണ് എന്ന ചിന്തയിലേക്ക് ഒരുത്തനെത്തിയാൽ തീർച്ചയായും ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ആ ഒരു പരിപൂർണതയെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അങ്ങേയറ്റം തഅ്ലീമാക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വലിയ ബഹുമാനം നൽകുകയും ചെയ്യും. വിചാരണ നടത്തുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ഹസീബാണ് തൻ്റെ സൃഷ്ടാവ് എന്ന ബോധത്തിലേക്കൊരു മനുഷ്യൻ എത്തുമ്പോൾ ആ സൃഷ്ടാവ് അവനെ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പായി അവൻ തന്നെ അവൻ്റെ ശരീരത്തെ വിചാരണ ചെയ്യും. ഹദീസുകളിൽ കാണാം, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ വിചാരണ ചെയ്യുക. ആ ഒരു തലത്തിലേക്ക് അവൻ എത്തുന്നതാണ്. ഇനി ഈ ഹസീബ് എന്ന മഹത്തായ ഇസ്മുമായിട്ട് തഅല്ലുഖ് ആകേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ ബഹുമാനിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ മഹത്വം പരിശുദ്ധമായ ദാത്തിലും സിഫാത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഏറ്റവും വലിയ ശറഫ് ഉള്ളവനാണ് അള്ളാഹു എന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തലാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ എന്നത്. ഹസീബ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹാന്മാർ പഠിപ്പിച്ചു. നിന്റെ ദാത്തിൽ നീ ശ്രേഷ്ഠത ഉള്ളവനാകണം. നിന്റെ മനക്കരുത്ത് തീർച്ചയായും ഉന്നതിയിലേക്കെത്തുന്ന മനക്കരുത്താകണം. അതുപോലെ തന്നെ നിന്റെ സിഫത്തുകളിൽ നീ ഉന്നതനാകണം, സൽസ്വഭാവം സ്വീകരിക്കൽ കൊണ്ട്. നിനക്ക് നൽകിയ ആളുകൾക്ക് മാത്രമല്ല, നിനക്ക് നൽകാത്തവർക്ക് കൂടി നീ നൽകി, നിനക്ക് തടഞ്ഞവർക്ക് നീ നൽകി, നിന്നെ ദ്രോഹിച്ചവർക്ക് നീ മാപ്പ് നൽകി. അങ്ങനെ എല്ലാ സൽസ്വഭാവത്തിൻ്റെ അവസ്ഥകളും നിന്നിൽ കൊണ്ടുവന്ന് നിന്റെ സിഫത്തുകളിൽ നീ ഉന്നതനായി മാറുക. അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ നീ ഒരു കാരണമായി നിന്റെ പ്രവർത്തനങ്ങളിലായിട്ട് നീ ഉന്നതനാവുക. അതുപോലെ തന്നെ നിനക്ക് മതിയായവനും നിന്നെ വിചാരണ നടത്തുന്നവനുമായ അള്ളാഹുവിനോട് ഏത് നിലക്കും നിനക്കൊരു ബന്ധം ഉണ്ടാവുക. ആ റബ്ബ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സൃഷ്ടികൾ നമ്മളിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ, നമ്മെ അവഗണിച്ചു പോകുമ്പോൾ നമുക്ക് വിഷമമോ സങ്കടമോ ഉണ്ടാകാൻ പാടില്ല. കാരണം ഏത് സൃഷ്ടികൾ എന്നെ തൊട്ട് പിന്തിരിഞ്ഞു പോയാലും എന്നെ അവഗണിച്ചാലും എനിക്ക് അല്ലാഹു തആല ആദ്യമേ കണക്കാക്കിയിട്ടുള്ളത് എന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. എനിക്കതൊരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന ഉത്തമമായ ഉറപ്പും വിശ്വാസവും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല എനിക്ക് നൽകാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം
അത് സൃഷ്ടികളെല്ലാവരും പരിശ്രമിച്ചാലും എന്നിലേക്ക് എത്തുകയില്ല എന്ന ഒരു ബോധവും നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ സൃഷ്ടികൾ നമ്മിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ, അവർ നമ്മെ അവഗണിച്ചാൽ, പരിഗണിക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും ഒരു വിഷമവും ഉണ്ടാവുകയില്ല. ഈ നിലക്കാണ് നമ്മൾ ഹസീബ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. ആ ഇസ്മുമായി ബന്ധം പുലർത്തുന്ന ഒരു രൂപമാണ് നാം ധാരാളമായി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, സർവകാര്യങ്ങളും ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അല്ലാഹുവാണ് എന്നാണല്ലോ ആ ഇസ്മിൻ്റെ അർത്ഥം, ആ ദിക്റിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ആ ദിക്റിനെ ധാരാളമായി ചൊല്ലുക. ഇനി ഈ ഇസ്മിനെ ഒരു മനുഷ്യൻ അതിൻ്റെ അബ്ജദീയത്ത് പ്രകാരമോ അതിലധികമോ ചൊല്ലുമ്പോൾ കുടുംബങ്ങൾക്കിടയിൽ, അവൻ്റെ ബന്ധങ്ങൾക്കിടയിലൊക്കെ എപ്പോഴും നിർഭയത്വം ഉണ്ടാകും എന്നാണ്. പരസ്പര കലഹങ്ങളും പ്രശ്നങ്ങളും ഇടതടവില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഈ മഹത്തായ ഇസ്മു ധാരാളമായി ചൊല്ലുമ്പോൾ പരസ്പര വിശ്വാസവും കെട്ടുറപ്പും അതുപോലെ തന്നെ പരസ്പര ദ്രോഹങ്ങളിൽ നിന്നുള്ളൊരു നിർഭയത്വവും അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. ഇങ്ങനെ പല ഗുണങ്ങളും ഇതിന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അനുഭവിക്കാൻ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ.